ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി. അപ്പോൾ ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി എന്താണെന്ന് നോക്കാം. ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ആരാണ് ഫിഷർ എന്ന് അറിയണ്ടേ? അതായത് ഫിഷർ എന്ന അമേരിക്കൻ ഇക്കോണമിസ്റ്റ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഫിഷറിന്റെ ഫുൾ നെയിം ഇർവിൻ ഫിഷർ എന്നാണ്. സോ ഇയാള് ഒരു ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസിക്കൽ ഇക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പില്ലറാണ്. എന്താണ് ഈ തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റ് പറയുന്നത്? ഈ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ രണ്ട് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. രണ്ട് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ്. ആ രണ്ട് വേരിയബിൾസ് എന്തൊക്കെയാണ്? ഒന്ന് മണി, മണിയുടെ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് മണി എന്ന് പറയാം. അപ്പോൾ ഒന്ന് ക്വാണ്ടിറ്റി ഓഫ് മണി, രണ്ടാമത്തേത് ജനറൽ പ്രൈസ് ലെവൽ. ജനറൽ പ്രൈസ് ലെവൽ അതായത് ഇക്കോണമിയിൽ പ്രിവൈൽ ചെയ്യുന്ന ജനറൽ പ്രൈസ്. ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ ദ ഇക്കോണമിയും ജനറൽ പ്രൈസ് ലെവൽ ഇൻ ദ ഇക്കോണമിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഓഫ് ഇർവിൻ ഫിഷർ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫിഷർ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ആണ് MV is equal to PT. ഇതാണ് ഫിഷറിന്റെ ഇക്വേഷൻ. MV is equal to PT. ഇനി നമുക്ക് ഇതിലെ ഓരോ വേരിയബിളും എന്താണെന്ന് നോക്കാം. M എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, V എന്ന് പറയുന്നത് വേറൊരു വേരിയബിൾ ആണ്, അതേപോലെ Pയും Tയും ഡിഫറെന്റ് വേരിയബിൾസ് ആണ്. ഇവിടെ M എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് മണി ആണ്. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈ. അതാണ് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം മണി സപ്ലൈ ആണ് ഇക്കോണമിയിൽ ഉള്ളത്, സപ്ലൈ ഓഫ് മണി. അതാണ് നമ്മുടെ M. ഇനി നമുക്ക് വിയിലേക്ക് വരാം. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ. വെലോസിറ്റി എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്ന കാര്യം, വെലോസിറ്റി എന്ന് പറയുമ്പോൾ മണിയുടെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ അത് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക. അതായത് നമ്മുടെ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അസംഷൻസ് ആണല്ലോ. നമ്മൾ എല്ലാ തിയറിയിലും ആദ്യമേ തന്നെ അസംഷൻസ് പറഞ്ഞു പോകും. അപ്പൊ അതേപോലെ ജസ്റ്റ് ഇവിടെയും നിങ്ങൾ അസ്യൂം ചെയ്യുക. നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു 150 രൂപ കിട്ടി. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ സാലറിയിൽ നിന്നും മാറ്റിവെച്ച എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ആരെങ്കിലും പോക്കറ്റ് മണി ആയിട്ട് തന്ന എമൗണ്ട് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഇത്രയും കാശ് നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ, 150 രൂപ. അപ്പോൾ ഈ 150 രൂപ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ സേവ് ചെയ്യാനല്ല തീരുമാനിച്ചിരിക്കുന്നത്, ഇൻസ്റ്റന്റ് നിങ്ങളിത് സ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ ഈ 150 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാം. അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്, ഈ 150 രൂപ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോകും. അപ്പൊ നമുക്ക് ആ ഗുഡിനെ, നിങ്ങൾ വാങ്ങിക്കുന്ന കമ്മോഡിറ്റിയെ ഗുഡ് എക്സ് എന്ന് എടുക്കാം. സ്പെൻഡ് ഓൺ ഗുഡ് എക്സ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത്. അത് കാരണമാണ് ഞാനിവിടെ ഒരു പെർട്ടിക്കുലർ ഗുഡ് എന്ന് പറയാത്തത്, ആ ഗുഡിന്റെ പേര് പറയാത്തത്. ഓക്കെ, അപ്പൊ ഈ ഗുഡ് എക്സിൽ നിങ്ങൾ ഈ കാര്യം, ഈ ഇത്രയും 150 രൂപ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, നിങ്ങളുടെ പോക്കറ്റിലുള്ള ഈ 150 രൂപ നിങ്ങൾ ജസ്റ്റ് അസ്യൂം ദാറ്റ് ഈ നിങ്ങൾ വാങ്ങിക്കുന്ന ഗുഡിന് 150 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരുപാട് അസംഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇക്കണോമിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? കാരണം തിയറീസ് എല്ലാം അതാണ്. അപ്പോൾ നിങ്ങൾ ഈ
150 രൂപയുള്ള ഈ ഗുഡ് നിങ്ങളുടെ കയ്യിലുള്ള ഈ 150 രൂപ കൊടുത്ത് വാങ്ങുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ട്രാൻസാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ. ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് നിങ്ങൾ സാധനം വാങ്ങിക്കുന്നു. അതാണല്ലോ ട്രാൻസാക്ഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലെ കാശ് നിങ്ങൾ ഷോപ്പ് കീപ്പറിന് അല്ലെങ്കിൽ സെല്ലറിലേക്ക് കൈമാറുന്നു. ഓക്കെ, സോ മണി ഫ്ലോ ഫ്രം യുവർ ഹാൻഡ്സ് ടു ദ സെല്ലർ അല്ലെ, ഫ്രം യുവർ പോക്കറ്റ് ടു സെല്ലേഴ്സ് പോക്കറ്റ്. മണി അങ്ങനെ മാറുന്നു. ഇനി ഈ സെല്ലർ എന്ത് ചെയ്യും? ഈ സെല്ലർ ചിലപ്പോ അയാളുടെ കടയിൽ വേറെ ആരെങ്കിലും സാധനം വാങ്ങിക്കാൻ വരുമ്പോഴേക്കും ഇപ്പൊ 150 രൂപ ബാലൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു എന്ന് വിചാരിക്കാം. അയാൾ ഈ സെയിം കറൻസി നോട്ട് തന്നെ ആയിരിക്കും എടുത്ത്, നിങ്ങൾ നേരത്തെ ഷോപ്പ് കീപ്പറിന് അല്ലെങ്കിൽ സെല്ലറിന് കൊടുത്ത സെയിം കറൻസി നോട്ട് തന്നെ ആയിരിക്കും ഇയാൾ എടുത്തിട്ട് ബാലൻസ് കൊടുക്കാനുള്ള ആൾക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോ അവിടെയും ഒരു കറൻസി ഫ്ലോ സംഭവിച്ചു, ഒരു മൂവ്മെന്റ് സംഭവിച്ചു. സെയിം കറൻസി നോട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും 150 രൂപയുടെ ഒരു സിംഗിൾ നോട്ട് ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. സെയിം കറൻസി നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഷോപ്പ് കീപ്പറിലേക്ക് മാറി, ഷോപ്പ് കീപ്പറിന്റെ കയ്യിൽ നിന്നും ബാലൻസ് കൊടുക്കാനുള്ള ആളിലേക്ക് മാറി. ഇനി ഈ ബാലൻസ് വാങ്ങിക്കൊണ്ടുപോയ ആള് ഇത് വെറുതെ വെച്ചേക്കോ? ഇല്ല, അയാളും ഇത് സ്പെൻഡ് ചെയ്യും. അയാൾ ചിലപ്പോൾ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കാശ് ഉപയോഗിക്കുമായിരിക്കും. അയാൾ ചിലപ്പം ഒരു 200 രൂപയുടെ ടിക്കറ്റ് ആണ് അയാൾക്ക് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഈ 150 രൂപയും പ്ലസ് ഒരു 50 രൂപയും കൂടെ കൊടുത്തിട്ടായിരിക്കും അയാൾ ടിക്കറ്റ് എടുക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഒരു 120 രൂപയുടെ ടിക്കറ്റ് ആണ് അയാൾക്ക് വേണ്ടതെങ്കിൽ അയാൾ ഈ 150 രൂപ കണ്ടക്ടറിനെ ഏൽപ്പിക്കും, എന്നിട്ട് ബാലൻസ് വാങ്ങിക്കും. അങ്ങനെ ആയിരിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ആളുടെ കയ്യിൽ നിന്നും സെയിം കറൻസി നോട്ട്സ് കണ്ടക്ടറിന്റെ കയ്യിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ സെയിം കറൻസി നോട്ട്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ കയ്യിലിരുന്ന കറൻസി നോട്ട്സ് എങ്ങനെയൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു, ഇതിനെയാണ് വെലോസിറ്റി ഓഫ് മണി എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ കറൻസി നോട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് എത്രമാത്രം കൈമാറി പോകുന്നു. ദാറ്റ് ഈസ് കോൾഡ് വെലോസിറ്റി ഓഫ് മണി. ഇനി പി എന്നാൽ പ്രൈസ് ലെവൽ ഇൻ ദി ഇക്കോണമി. ആൻഡ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് ട്രാൻസാക്ഷൻസ് എന്താണെന്നാണ്. ട്രാൻസാക്ഷൻസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറിയുടെ മെയിൻ വേരിയബിൾ. അപ്പം എം ഉണ്ട്, വി ഉണ്ട്, പി ഉണ്ട്, ടി ഉണ്ട്. അതായത് ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈ ഉണ്ട്, വെലോസിറ്റി ഓഫ് മണി ഉണ്ട്, പ്രൈസ് ലെവൽ ഉണ്ട്, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഈ 4 വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫിഷർ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫിഷർ ഇവിടെ പറയുന്നു നമ്മുടെ മണി സപ്ലൈ, അതായത് അത് റെപ്രസെന്റ് ചെയ്യുന്ന എം. ഈ മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ മണി സപ്ലൈക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പി ആയിട്ടുള്ള പ്രൈസ് ലെവലിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. മണി സപ്ലൈക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ അത് പ്രൈസ് ലെവലിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി അത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേതും ഇൻക്രീസ് ചെയ്യുന്നു. പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻക്രീസ് ഒരു 5% ആണെങ്കിൽ ഇവിടെയും 5% തന്നെയാണ് ഇൻക്രീസ് വരുന്നത്. ഇവിടെ ഒരു ഫോൾ ആണ് വരുന്നതെങ്കിൽ ഇവിടെയും ഫോൾ ആയിരിക്കും. അഗൈൻ ദിസ് ഇസ് എ ഡയറക്റ്റ് റിലേഷൻ. പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ 5% ഫോൾ ആണ് മണി സപ്ലൈ എങ്കിൽ ആ പ്രൈസ് ലെവലിലും അതേ ഫോൾ തന്നെയായിരിക്കും വരുന്നത്. ഇനി ഇവിടെ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എമ്മിനെ പറ്റിയിട്ടും പിനെ പറ്റിയിട്ടും പറഞ്ഞു. അപ്പൊ വിയും ടിയും എന്തിനാണ് ഇദ്ദേഹം ഇക്വേഷൻസിൽ യൂസ് ചെയ്തത്? ഇദ്ദേഹം ഇക്വേഷനിൽ വിയും ടിയും പറയുന്നുണ്ട്. അതായത് വെലോസിറ്റി ഓഫ് മണി ആസ് വെൽ ആസ് ട്രാൻസാക്ഷൻസ്, വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻസ് എന്നും പറയുന്നുണ്ട്. ഈ വിയും ടിയും നമ്മുടെ ഫിഷറിന്റെ ക്വാണ്ടിറ്റി തിയറിയിൽ കോൺസ്റ്റന്റ് ആണ്. ഫിഷർ പറയുന്നു
വെലോസിറ്റി ഓഫ് മണി സർക്കുലേഷൻ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. അതുപോലെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദി ഇക്കോണമി ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. കാരണം വെലോസിറ്റി ഓഫ് മണി സർക്കുലേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബാങ്കിങ് ഹാബിറ്റിനെയൊക്കെ പോലെ ഇരിക്കും. ഇഫ് യു ഹാവ് സേവിങ്സ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഇഫ് യു ആർ കോൺസ്റ്റന്റ്ലി ഗോയിങ് ടു ബാങ്ക്, നമുക്ക് അവിടെ വേറൊരു വെലോസിറ്റി ഓഫ് മണി ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ ഇക്കോണമിയിലുള്ള ആൾക്കാർ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ മറ്റൊരു വെലോസിറ്റി ഓഫ് മണി ആയിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഫിഷർ ഇവിടെ പറയുന്നത് ജസ്റ്റ് കീപ് ഇറ്റ് as കോൺസ്റ്റന്റ് ആയിട്ട് അതിനെ വെക്കുക. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫാക്ടേഴ്സിനെയും, ഇത് മാത്രമല്ല ബാക്കി എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മുടെ പ്രൈസ് ലെവലിനെയോ മണി സപ്ലൈയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അതെല്ലാ ഫാക്ടേഴ്സും തന്നെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രൈസ് ലെവലും അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതും ഡയറക്റ്റ് ആൻഡ് പ്രപ്പോർഷണൽ എന്നുള്ള രീതിയിൽ തന്നെ. മണി സപ്ലൈക്ക് കുറവ് വരുമ്പോൾ അവിടെ പ്രൈസ് ലെവലിൽ കുറവ് വരുന്നു. അഗൈൻ ഡയറക്റ്റ് ആൻഡ് പ്രപ്പോർഷണൽ എന്നുള്ള രീതിയിൽ തന്നെ. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാം. സോ നമ്മുടെ ഈ MV is equal to PT എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ. MV is equal to PT. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച്. Equation of exchange. So equation of exchange of Fisher എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ആൻഡ് ഫിഷർ എപ്പോഴും ഒരു സ്റ്റേബിൾ മോണിറ്ററി പോളിസി വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഫ്ലക്ച്വേഷൻസ് മാറ്റിയിട്ട് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു ആളാണ്. ഇനി ഫിഷർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫിഷർ ഒരു ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഫിഷറിന്റെ ഈ ഒരു തിയറി ക്ലാസിക്കൽ ഇക്കണോമിക്സിന്റെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പില്ലർ ആണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിൻ്റെയൊക്കെ അർത്ഥം ഫിഷറിന്റെ തിയറി പെർഫെക്റ്റ് ആണ്, അതിന് ഒരു ക്രിറ്റിസിസം ഇല്ല, ക്രിറ്റിസിസംസ് ഒന്നുമില്ലാത്ത, ലിമിറ്റേഷൻസ് ഒന്നുമില്ലാത്ത ഒരു പെർഫെക്റ്റ് തിയറി ആണ് ഇത് എന്നുള്ളതല്ല. ഡെഫിനറ്റ്ലി ഈ ഒരു തിയറിക്ക് ഒരുപാട് ക്രിറ്റിസിസംസ് വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ക്ലാസിക്കൽ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ഓൾവേസ് അവര് ബിലീവ് ചെയ്തിരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫുൾ എംപ്ലോയ്മെന്റ്. ഇക്കോണമിയിൽ എന്നും ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്, അല്ലേ? സോ നമുക്ക് എങ്ങാനും ഒരു അൺഎംപ്ലോയ്മെന്റ് സിനാറിയോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ചോയ്സ് ആയിരിക്കും. അതല്ലെങ്കിൽ എല്ലാ റിസോഴ്സസും ഫുള്ളി യൂട്ടിലൈസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് ഉണ്ടാവും. ഇൻ കേസ് നമുക്ക് ഇപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തും. കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് അവിടെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഫുൾ എംപ്ലോയ്മെന്റ് കൊണ്ട് തരും എന്നൊക്കെയാണ് ഇവിടെ ക്ലാസിക്കൽ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് വിചാരിച്ചിരുന്നത്. ബട്ട് 1930s ഡിപ്രഷൻ വന്നപ്പോഴേക്കും, ദ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോഴേക്കും കാര്യങ്ങളെല്ലാം തടം പറഞ്ഞു, അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഫിഷറിന്റെ തിയറി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, ഈ ഫിഷറിന്റെ തിയറി ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിന്റെ ബിലോ സിറ്റുവേഷൻ വരെയാണെങ്കിൽ, അതായത് നമുക്ക് ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ എത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഇക്കോണമിക്ക് ഈ ഫിഷറിന്റെ ക്വാണ്ടിറ്റി തിയറി ഇൻഓപ്പറേറ്റീവ് ആയിരിക്കും. അങ്ങനെ ഒരു ഇക്കോണമിയിൽ ഈ ഒരു സിറ്റുവേഷൻ വരത്തില്ല. സെക്കൻഡ്ലി നമുക്ക് പറയാൻ പറ്റുന്ന ക്രിറ്റിസിസം എന്ന് പറയുന്നത്, കെയ്ൻസ് എപ്പോഴും അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ആളായിരുന്നു. കെയ്ൻസ് പറഞ്ഞു നമ്മുടെ ഇക്കോണമിയിൽ വരുന്ന പ്രശ്നങ്ങൾ, എസ്പെഷ്യലി ഇൻ ദ ഫോം ഓഫ് റെസഷൻ, ഡിപ്രഷൻ, ഇതൊക്കെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കുറവ് കാരണം സംഭവിക്കുന്നതാണ്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിന് എന്തായാലും പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഇതൊരിക്കലും ഫിഷർ ഉണ്ടായിരുന്നില്ല. ഫിഷർ എപ്പോഴും മണി സപ്ലൈ ആണ് പ്രൈസ് ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന ഫാക്ടറിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലിക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്.
So he was actually giving too much emphasis on money supply. പക്ഷെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കണ്ടതായിട്ട് കൂടി നടിച്ചില്ല. അപ്പൊ അത് വേറൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മണി സപ്ലൈ ഡെഫിനറ്റ്ലി പ്രൈസ് ലെവലിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്തായാലും ബിപിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ അതർ ഫാക്ടേഴ്സിന്റെ കേസ് കൂടെ കണക്കാക്കണം ഇവിടെ. ഇനി മണി സപ്ലൈ പ്രൈസ് ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അവർ വേറൊരു കാര്യം ഇതിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് റോൾ എടുക്കുന്നുണ്ട്. ഒരു ഇന്റർമീഡിയറി ആയിട്ട്, ഒരു തേർഡ് പാർട്ടി ആയിട്ട്, അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ ആയിട്ട് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്ന ഒരാളാണ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ മണി സപ്ലൈ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇക്കോണമിയിലെ മണി സപ്ലൈ കൂടുമ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് പറയും, ഓക്കെ ഇപ്പം നമ്മുടെ ഇക്കോണമിയിൽ ടൂ മച്ച് ഓഫ് മണി സപ്ലൈ ആണ്, അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ അത് പ്രശ്നത്തിലേക്ക് നയിക്കും. നമുക്ക് വേണ്ടത്ര മണി മാത്രം നമുക്ക് നമ്മുടെ ഇക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്താൽ പോരെ. എന്തിനാണ് ആവശ്യമില്ലാത്ത കൂടുതൽ മണി സപ്ലൈ? വെറുതെ RBI പൈസ അടിച്ചിറക്കി വിതരണം ചെയ്യും. ഇൻ കേസ് അങ്ങനെ ചെയ്താൽ അവിടെ വരുന്ന പ്രശ്നമായിരിക്കും ഇൻഫ്ലേഷൻ, അല്ലെ? പ്രൈസിലും അവിടെ വ്യത്യാസം വരും, പ്രൈസ് റൈസ് ചെയ്യും, അതായത് ഇൻഫ്ലേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ RBI എന്തെങ്കിലുമൊക്കെ മെഷേഴ്സ് എടുത്ത് പ്രൈസ് ലെവൽ കുറയ്ക്കാനായിട്ട് നോക്കും, അതായത് ഇൻഫ്ലേഷൻ കുറയ്ക്കാനായിട്ട് നോക്കും. അതിന് പറ്റിയൊരു ടൂളാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ RBI എന്ത് ചെയ്യുന്നു? RBI പറയുന്നു, RBI കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ അടുത്തൊക്കെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇൻട്രസ്റ്റ് റേറ്റ് പതുക്കെ കൂട്ടിക്ക്. സോ അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അങ്ങ് കൂടുന്നു. വെദർ നമ്മുടെ സേവിങ്ങിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ, അതായത് ലോൺസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും കൂടുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ FD ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. പിന്നെ എന്തിനാണ് ഞാൻ കാശ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? വൈ കാൻറ്റ് ഐ ഗോ ടു ദ ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റ് ദ മണി എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലെ? അപ്പൊ നമ്മൾ പോയി ബാങ്കിൽ പോയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യും. കാരണം നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടുമല്ലോ. പക്ഷേ വാട്ട് അബൌട്ട് ലോൺസിന്റെ കേസ് എന്താണ്? നമ്മൾ ഒരിക്കലും ലോൺ എടുക്കാൻ പോകത്തില്ല. നമുക്ക് ഇൻ കേസ് ലോണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാൻ നോക്കും. ലോൺസ് ഇപ്പൊ എടുക്കണ്ട, പിന്നീട് ആവട്ടെ, കാരണം ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലല്ലേ, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഒരു അവസ്ഥ വരപ്പോൾ ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾ മണി സപ്ലൈ ഡെഫിനറ്റ്ലി പ്രൈസ് ലെവൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഡയറക്ട് റിലേഷൻ തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നുണ്ട്. അത് ഫിഷറിന് അത്രമാത്രം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവും പിന്നെ വന്ന് ക്രിട്ടിക്കൽ ആയിട്ട് ഈ ഫിഷറിന്റെ തിയറി കണ്ട ആൾക്കാർ പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വെദർ ഫിഷർ വാസ് ഏബിൾ ടു റെക്കഗ്നൈസ് ദ റോൾ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഹിയർ എന്നുള്ളത്. അപ്പൊ അതും ഒരു ക്രിറ്റിസിസം ആണ്. അടുത്തത് കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് മണി. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിഷർ പറയുന്നത് V എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടാണ് അയാൾ അസ്യൂം ചെയ്തത്. പക്ഷെ V കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമോ? കോൺസ്റ്റന്റ് ആവാൻ ഒരു ചാൻസും ഇല്ല. കാരണം നമ്മൾ ഇക്കണോമി തന്നെ ഒരു കോൺസ്റ്റന്റ് സിറ്റുവേഷനിൽ കൂടെ അല്ല പോകുന്നത്. നമുക്ക് എപ്പോഴും ചേഞ്ച് ആണുള്ളത്. വി ഡു ഹാവ് ഫ്ലക്ച്വേഷൻസ്, അല്ലേ? ഫ്ലക്ച്വേഷൻസിൽ കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്, ഇന്ന് മനസ്സിലാക്കുന്നതല്ല നാളെ മനസ്സിലാക്കുന്നത്. ഇന്ന് ഇക്കോണമിയുടെ സിറ്റുവേഷൻ എന്താണോ അത് തന്നെ ആയിരിക്കത്തില്ല നാളെ. എന്ത് വേണോ എപ്പോൾ വേണോ വരാം, എന്ത് വേണോ എപ്പോൾ വേണോ സംഭവിക്കാം. അതുപോലെ ആയിരുന്നു നമ്മുടെ 2008 ക്രൈസിസ് ആയാലും, അതേപോലെ നമ്മുടെ കോവിഡ് പാൻഡമിക് ആയാലും. ഇതൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ നിന്നിരുന്ന ഒരു ഇക്കോണമിയെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ എന്നും പ്രശ്നമായിരുന്നു എന്നല്ല, പിന്നീട് നമുക്ക് പതിയെ മാറി വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ നമുക്ക് എന്നും നല്ല രീതി തന്നെ ആവും എന്നുള്ളതും അല്ല, അല്ലേ? ഇപ്പോ നമ്മുടെ ഫിഷറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഇദ്ദേഹം റെക്കഗ്നൈസ് ചെയ്തിരുന്നില്ല. അദ്ദേഹം പറഞ്ഞിരുന്നു വെലോസിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ ഇക്കോണമി കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലേ വെലോസിറ്റിക്ക് കോൺസ്റ്റൻസി സ്വഭാവം വരാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അതും ഒരു ക്രിറ്റിസിസമാണ്. ദെൻ he neglected the role of other factors. For example, time. സമയം മാറുന്നതനുസരിച്ച് നമ്മുടെ ഇക്കോണമിയിൽ മാറ്റം വരുന്നുണ്ട്. അതായത് നമ്മുടെ GDP എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സംഭവമാണ്, അല്ലേ? ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്
ടൈം ലാഗോട് കൂടിയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു കേസ് എടുക്കാം. ജസ്റ്റ് അസ്യൂം ദാറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ RBI ഒരു പോളിസി എടുത്തു. ഒരു പോളിസി ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനാണോ കുറയ്ക്കാനാണോ എന്താന്ന് വെച്ചാൽ അതേപോലെ. അപ്പോൾ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഒരു പോളിസി RBI എടുത്തു, അതിനെ അനൗൺസ് ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ അതിന്റെ കംപ്ലീറ്റ് ഫോമിൽ ആ പോളിസി ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ ഇഫക്റ്റ് ഇക്കോണമിയിൽ വരുന്നു എന്നുള്ളതല്ല. അതിന്റെ കംപ്ലീറ്റ് ഫോം ഇക്കോണമിയിൽ വരാനായിട്ട്, അതിന്റെ കംപ്ലീറ്റ് ഇംപ്ലിക്കേഷൻ ഇക്കോണമി റിഫ്ലക്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇതൊന്നും തന്നെ നമ്മുടെ ഫിഷർ റെപ്രസെന്റ് ചെയ്തിരുന്നില്ല അദ്ദേഹത്തിന്റെ തിയറി. സോ ദാറ്റ് ടു ഇസ് എ ക്രിറ്റിസിസം. അപ്പൊ അതാണ് ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് റിക്വസ്റ്റ് ആണ്. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. That's it. Thank you.